എല്ലാവർക്കും ഗൈഡ് ടു വൈറ്റ്സിൻ്റെ ഈ ഒരു പുതിയ കോഴ്സ് എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് എബിൻ മാത്യു വർഗീസ്. ഞാനൊരു സർട്ടിഫൈഡ് എഡ്യൂക്കേഷൻ കൗൺസിലറാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സൈബർ സെക്യൂരിറ്റി. അതായത് ഞാൻ 12th കഴിഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ബാച്ചിലേഴ്സ് കഴിഞ്ഞു, ഇനി ഞാൻ എന്താണ് പഠിക്കേണ്ടത് എന്ന് സംശയമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു എന്താണ് IT-യിൽ എന്താണ് ബൂമിംഗ് ആയിട്ട് നടക്കുന്നതെന്ന് ഡൗട്ടുണ്ട്. അതാണ് സൈബർ സെക്യൂരിറ്റി. നല്ല രീതിയിൽ ബൂമാകുന്ന ഒരു കോഴ്സാണ് ഇത്. നിങ്ങൾ മസ്റ്റ് വാച്ച് വീഡിയോ ആണ്. നിങ്ങൾക്ക് എന്താണ് സൈബർ സെക്യൂരിറ്റി, എവിടെ പഠിക്കണം, എത്ര ഫീസ്, എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്, പഠിത്തം കഴിഞ്ഞാൽ ഇതുകൊണ്ട് എന്തൊക്കെ കൈൻഡ് ഓഫ് ജോലികൾ ചെയ്യാം, എത്ര ശമ്പളം കിട്ടും, ഇതിന് വേറെ സർട്ടിഫിക്കേഷൻസ് വേണോ, ഇങ്ങനൊരു ടോട്ടൽ ഇൻഫർമേഷനാണ് ഈ വീഡിയോയിൽ പറയുക. അതുകൊണ്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണാം. സോ ലെറ്റ് സ്റ്റാർട്ട് ടുഡേയ്സ് വീഡിയോ. അപ്പോൾ എന്താണ് സൈബർ സെക്യൂരിറ്റി അല്ലേ? ഒരു ചെറിയ ഡെഫിനേഷൻ പറഞ്ഞുതരാം. അതായത് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ഈ കമ്പ്യൂട്ടേഴ്സും ടെക്നോളജീസിൻ്റെ ഒരു സമയമാണല്ലോ. അപ്പോൾ നമുക്ക് ഈ കമ്പ്യൂട്ടേഴ്സിൽ അറ്റാക്ക് വരിക, അതല്ലെങ്കിൽ ഡേറ്റ ബ്രീച്ച് വരിക, ഇങ്ങനെ പല സംഭവങ്ങളും നമുക്ക് കമ്പ്യൂട്ടേഴ്സിലുണ്ടാവാം. അത് പ്രൈവറ്റ് കമ്പനീസിലാവാം, അല്ലെങ്കിൽ അതൊരു ഗവൺമെൻറ് ഓഫീസിലാവാം. ഇതൊക്കെ വലിയൊരു ഒരു കുറ്റം എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, ഡേറ്റ പ്രൊട്ടക്ഷൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഡിവൈസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് കുറേ എഞ്ചിനീയേഴ്സ് ഉണ്ട് ഇതിൻ്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്നത്. ഈ ഒരു എഞ്ചിനീയർ ആവാൻ ഉള്ളൊരു കോഴ്സാണ് ഈ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇത് വളരെ സിമ്പിളായ ഒരു ഡെഫിനേഷനാണ്. ഇതിനകത്ത് കുറേ സെക്ഷൻസ് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് അങ്ങനെയാണ്. അപ്പം അതാണ് സിമ്പിളായിട്ട് എനിക്ക് സൈബർ സെക്യൂരിറ്റി ഡെഫിനേഷനായിട്ട് പറയാനുള്ളത്. പക്ഷേ ഇതിനകത്ത് നിങ്ങൾ എന്താണ് പഠിക്കാൻ പോകുന്നത്, അതായത് നിങ്ങൾ ബാച്ചിലേഴ്സോ മാസ്റ്റേഴ്സ് ആണെങ്കിൽ തന്നെ നിങ്ങൾ എന്താണ് ഇതിനകത്ത് കൂടുതലും പഠിക്കാൻ പോകുന്നത്. പിന്നെ പഠിക്കുന്ന എത്തിക്കൽ ഹാക്കിങ്ങിനെ പറ്റി പഠിക്കും. ഓക്കെ, ഇതിനകത്ത് കുറേ സൈബർ ലോ ഉണ്ട്, സൈബർ ലോസിനെ പറ്റി പഠിക്കും. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് ഡേറ്റ പ്രൊട്ടക്ഷനെ പറ്റി പഠിക്കും. ഇങ്ങനെ കുറേ സെക്ഷൻസ് ഉണ്ട്. അപ്പം എല്ലാ കൺട്രീസിനും ഇത് ഭയങ്കര ബെനിഫിഷ്യലാണ്. അതായത് ഇനിയുള്ള കാലം എല്ലാം ഒരു IT കാലമാണല്ലോ. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ അതിൻ്റെ ഇത് തന്നെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പല കൺട്രീസിലും ജോലി കിട്ടും. ഇന്ത്യ മാത്രമല്ല, UK, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ജർമ്മനി, ഇങ്ങനെ പല കൺട്രീസിലും നമുക്ക് നല്ല ജോലി സാധ്യതയുള്ള കോഴ്സാണ്. പക്ഷേ ഇത് റൈറ്റായിട്ട് പഠിക്കണം. പഠിത്തം കഴിഞ്ഞിട്ട് റൈറ്റായിട്ട് നല്ല രീതിയിൽ ജോലി എടുത്ത് ഇതിൻ്റെ സർട്ടിഫിക്കേഷൻസ് ഒക്കെ എടുത്താൽ നമുക്ക് നല്ല രീതിയിൽ സ്കിൽ ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, അടുത്തത് ഇതിൽ ബാച്ചിലേഴ്സും ഉണ്ട്, മാസ്റ്റേഴ്സും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് റിക്വയർമെൻറ്റ് പറയുന്നത്, നിങ്ങൾ മാസ്റ്റേഴ്സാണ് നോക്കുന്നതെങ്കിൽ കുറച്ചൊന്ന് ഫോർവേഡ് ചെയ്താൽ മതി. ബാച്ചിലേഴ്സ് ആണെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ബാച്ചിലേഴ്സ് എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് കേൾക്കാം, ബാച്ചിലേഴ്സ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് എന്ന് കേൾക്കാം, അല്ലെങ്കിൽ ചിലയിടത്ത് ബാച്ചിലേഴ്സ് ഓഫ് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോ അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി എന്ന് കേൾക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് സാധാരണ ചെയ്യുക. അപ്പോൾ ഇതിൽ ഏതെടുത്താലാണ് എനിക്കിത് സൈബർ സെക്യൂരിറ്റിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുക, ഇതാണ് ചോദ്യം. അപ്പം സാധാരണ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി 3 year പ്രോഗ്രാമാണ്. ഒരു എക്സ്ട്രാ ഒരു ഓണേഴ്സ് ലെവലുണ്ട്, വിച്ച് ഈസ് ലൈക്ക് 4 year. അപ്പോൾ ഓണേഴ്സ് ലെവൽ വേണമെങ്കിൽ എടുത്താൽ മതി. അത് നിർബന്ധമാണെന്ന് ചോദിച്ചാൽ നിർബന്ധമല്ല. 3 yearsൻ്റെ കോഴ്സ് സാധാരണ എടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും. ബട്ട് ഇത് എങ്ങനെയാണ് ഞാൻ സൈബർ സെക്യൂരിറ്റി ആയി തീരുക ഈ കോഴ്സ് പഠിച്ചാൽ? അതായത് നമ്മൾ അതിനകത്ത് യൂണിവേഴ്സിറ്റിയുടെ ആ വെബ്സൈറ്റിൽ കയറുമ്പോൾ അതിനകത്തുള്ള സബ്ജക്ട്സ് നോക്കണം. ഓക്കെ, അത് സൈബർ സെക്യൂരിറ്റിയായിട്ട് ബന്ധപ്പെട്ടാണോ എന്ന് നോക്കണം. അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വേർ യു ക്യാൻ ഫൈൻഡ് ദി കോഴ്സ്. അപ്പോൾ ആ കോഴ്സ് ആ യൂണിവേഴ്സിറ്റി പോവുക, സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനകത്ത് വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും ഇതിനകത്ത് എത്ര സൈബർ സെക്യൂരിറ്റിയുടെ സബ്ജക്ട്സ് ഉണ്ട്. അങ്ങനെ വേണം നിങ്ങളതിൽ ഫോക്കസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ അത് ബാച്ചിലേഴ്സ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി നേരം കിടക്കുന്നത്, ബട്ട് അതിനകത്തൊരു 4-5 സബ്ജക്ട് സൈബർ സെക്യൂരിറ്റി പറ്റി എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണ് ആ കോഴ്സ് തപ്പേണ്ടത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഡ്യൂറേഷൻ ഇസ് മോസ്റ്റ്ലി എല്ലായിടത്തും 3 years ആണ്. നമ്മുടെ നാട്ടിലത് സാധാരണ 4 year പ്രോഗ്രാമാണ്. ഓണേഴ്സ് ലെവൽ നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എടുക്കാം. ഇതിനകത്തൊരു അക്കാഡമിക് റിക്വയർമെൻ്റ് ഉണ്ട്. അതായത് ഇത് പഠിക്കണമെങ്കിൽ നമുക്ക് എന്താണ് പ്രീവിയസ് റിക്വയർമെൻറ്റ് വേണ്ടത്. അപ്പോൾ 12th നിങ്ങൾ എന്തെങ്കിലും സയൻസ് റിലേറ്റഡ് ബാക്ക്ഗ്രൗണ്ട് വിത്ത് കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടെങ്കിൽ നല്ലത്. ഇല്ലെങ്കിൽ ഇഫ് യു ഹാവ് കൊമേഴ്സ്, മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ അങ്ങനെ എടുക്കാം. ഇങ്ങനെയുള്ള കോഴ്സസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സിലോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് ഇല്ല, എനിക്ക് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി മാത്രമേ ഉള്ളൂ, എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കുറച്ച് റിസ്കിയറാണ്. ബട്ട് ദർ ആർ സം യൂണിവേഴ്സിറ്റീസ് നിങ്ങൾക്ക് ഓപ്ഷൻ തരും.
ഓക്കെ, ഇതാണ് സബ്ജക്റ്റ് വൈസ് വേണ്ടത്. ബിക്കോസ് അവർ 4 സബ്ജക്ട്സ് ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഈ കോഴ്സിന് എലിജിബിൾ ആണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി. നൗ ഇതിൻ്റെ കൂടെ എത്ര ശതമാനം മാർക്ക് വേണം? സാധാരണ നമുക്ക് 60 to 70% വേണം. ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ഒക്കെ നോക്കുവാണെങ്കിൽ 60 to 70% മാർക്ക് നിങ്ങൾക്ക് വേണം. നിങ്ങൾ UK നോക്കുവാണെങ്കിൽ 55% മുതൽ നോക്കാം. ബട്ട് ചില യൂണിവേഴ്സിറ്റീസ് ഉണ്ട് ഓസ്ട്രേലിയ ന്യൂസിലൻഡിൽ 55% ഉള്ളത് എടുക്കുന്ന പിള്ളേരുണ്ട്, യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ബട്ട് ഐ വുഡ് സജസ്റ്റ് യു പ്ലീസ് ട്രൈ 60%. ഓക്കെ, 70% മുതൽ പലയിടത്തും സ്കോളർഷിപ്സിൻ്റെ എമൗണ്ട് പെർസെൻറ്റേജ് കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അങ്ങനെയും നിങ്ങൾക്ക് നോക്കാം. നോ, ഇതിനകത്തൊരു ഇംഗ്ലീഷ് റിക്വയർമെൻ്റ് ഉണ്ട്. നിങ്ങൾ വെളിയിൽ പഠിക്കുകയാണെങ്കിൽ അറിയാലോ IELTS PT നിർബന്ധം ഉണ്ടാവും. അപ്പോൾ IELTS ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ 6, ഓവറോൾ 6.5 വേണം. അത് IELTS. PT ആണെങ്കിലും ആ ഒരു ഈക്വലൻസിയിൽ വേണം. UK വിത്ത് IELTS വിത്തൗട്ട് IELTS ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യണം. ഇങ്ങനെ എനിക്ക് IELTS താല്പര്യമില്ല എഴുതാൻ, എനിക്ക് UK പഠിച്ചാൽ മതി എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പം ഇതിനെപ്പറ്റി അഡ്മിഷൻസ് റിലേറ്റഡ് ധൈര്യമായിട്ട് ഈ ഞാൻ പറയുന്ന ഈ നമ്പറിൽ വിളിച്ചാൽ മതി. വി വിൽ ഹെൽപ്പ് യു വിത്ത് ദി അഡ്മിഷൻ സൈഡ്. ഓക്കെ, അടുത്തതാണ് ഫീസ്. എത്ര ഫീസ് വരും എനിക്കിത് പഠിക്കാൻ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു 3 ഇയർ പ്രോഗ്രാമാണ്. ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, UK നോക്കുവാണെങ്കിൽ ഒരു 3 വർഷത്തെ പ്രോഗ്രാമാണ്. നമുക്കൊരു ആവറേജ് ഒരു 15 ലക്ഷം മുതൽ വർഷത്തിൽ വരും. അതിൽ കുറഞ്ഞ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് UK. ബട്ട് നമുക്ക് ഓസ്ട്രേലിയ, ന്യൂസിലൻഡൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് മിനിമം 15, 16, 17 എന്നുള്ള രീതിയിൽ. UK ആണെങ്കിൽ നമുക്ക് 12, 13, 14 ലക്ഷം എന്നുള്ള രീതിയിൽ നമുക്ക് കോഴ്സസ് അവൈലബിൾ ആണ്. അതാണ് ഫീസ് വരിക. ഇത് ഒരു വർഷത്തെ ഫീസാണ്. അപ്പം ഇതിന് സ്കോളർഷിപ്പ് സെപ്പറേറ്റാണ്. അപ്പം നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ 70% മാർക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ടൊരു 25 to 35 അല്ലെങ്കിൽ 40% വരെ സ്കോളർഷിപ്സ് കിട്ടുന്നുണ്ട്. സോ അത്രയെന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 3 to 5 lakhs സ്കോളർഷിപ്സ് നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടുന്നു. അത് വലിയൊരു എമൗണ്ടാണ്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഏത് കൺട്രിയിൽ പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല നേരത്തെ. അതായത് നിങ്ങൾക്ക് ഏതാണോ നല്ലത് അത് നിങ്ങൾ ചൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ നോക്കുക, മാർക്ക് നോക്കുക, ഫണ്ട് വീട്ടിൽ എത്ര ഫണ്ട്സ് ഉണ്ടെന്ന് നോക്കുക. ഇതൊക്കെ നോക്കിയിട്ട് വേണം ഒരു കൺട്രി നിങ്ങൾ ചൂസ് ചെയ്യാൻ. ഓക്കെ, അതാണ് ഫീസിനെ പറ്റി. ഓക്കെ, ഈ കോഴ്സ് പഠിത്തം കഴിഞ്ഞാൽ, അതായത് ഈ ബാച്ചുലേഴ്സ് പഠിത്തം കഴിഞ്ഞാൽ എനിക്ക് ഡയറക്റ്റ്ലി ജോലിക്ക് കയറാൻ പറ്റുമോ? ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോലി കയറാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് പല കമ്പനീസും ജോലി കയറാം. ഇപ്പോൾ UK ആവാം, നിങ്ങൾ ഓസ്ട്രേലിയ ആവാം, ന്യൂസിലൻഡിലാവാം. നിങ്ങൾക്ക് സെക്യൂരിറ്റി അനലിസ്റ്റ് ആയിട്ട് കയറാം, സൈബർ സെക്യൂരിറ്റി ആയിട്ട് കയറാം, ഡേറ്റയിലോട്ട് കയറാം. അങ്ങനെ പല രീതിയിലും നിങ്ങൾക്ക് കയറാൻ പറ്റും. നല്ല രീതിയിലാണ് ഇതിൻ്റെ ഒരു ഇത് കാണുക. അതായത് സാലറി എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് മോർ ദാൻ 50,000 ഓസ്ട്രേലിയൻ ഡോളേഴ്സ് അല്ലെങ്കിൽ 30,000 എന്താ പറയുന്നത് പൗണ്ട്സ് എന്നുള്ള വർഷം വരുമാനം. അത് കൂടുതലാണ്. ഞാൻ ആവറേജ് സ്റ്റാർട്ടിംഗ് ആണ് പറഞ്ഞത്. അങ്ങനെ നിങ്ങൾക്ക് കയറാൻ പറ്റും. ബട്ട് ഓൾവേസ് നിങ്ങൾ പഠിത്തം കഴിഞ്ഞ് ഉടനെ നിങ്ങൾ ഒരു ഇൻറ്റേൺഷിപ്പിന് കയറാൻ നോക്കുക. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടുവാണെങ്കിൽ പ്ലീസ് ധൈര്യമായിട്ട് നിങ്ങൾ അതിൽ ഏറ്റെടുക്കണം, എന്നിട്ടത് ചെയ്യണം. ബിക്കോസ് അങ്ങനെയാണ് നിങ്ങൾക്കൊരു സ്റ്റെപ്പിംഗ് ആയിട്ട് അടുത്തൊരു മൂവ് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതാണ് ബാച്ചിലേഴ്സിനെ പറ്റി. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്ന മാസ്റ്റേഴ്സിനെ പറ്റിയാണ്. മാസ്റ്റേഴ്സ് ഓഫ് സൈബർ സെക്യൂരിറ്റി അല്ലേ. ഇപ്പം നമുക്ക് സാധാരണ നമ്മുടെ നാട്ടിൽ നമ്മൾ ബാച്ചിലേഴ്സ് BCA ബാച്ചിലേഴ്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അത് അല്ലെങ്കിൽ ഈ റിലേറ്റഡ് കോഴ്സ് കഴിഞ്ഞ പിള്ളേർക്കാണ് ഇതിലോട്ട് സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റുക. അത് ഞാൻ മാസ്റ്റേഴ്സ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി എടുത്താൽ മതിയോ എന്ന ചോദ്യത്തിൽ നിങ്ങൾക്ക് സൈബർ സെക്യൂരിറ്റി പോകണമെങ്കിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഓഫ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന സ്പെസിഫിക് ആയിട്ട് കോഴ്സസിലോട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. ബിക്കോസ് നിങ്ങൾക്ക് അതിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇത് പല കൺട്രീസിലും പല യൂണിവേഴ്സിറ്റീസിലും അവൈലബിൾ ആയിരിക്കും. ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പേര് വ്യത്യാസങ്ങളുണ്ടാവും. ബട്ട് മോസ്റ്റ്ലി അവർ പഠിപ്പിക്കുന്ന സൈബർ സെക്യൂരിറ്റി ആയിരിക്കും. അത് നിങ്ങൾ സബ്ജക്ട്സ് നോക്കിയിട്ട് വേണം നിങ്ങളത് ചൂസ് ചെയ്യാൻ. അപ്പം ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, UK നിങ്ങൾ ചൂസ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഓഫ് സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടും. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ടും അത് എടുക്കാം. ഓക്കെ, ഇതിനകത്ത് കൂടുതലും എല്ലാം പഠിപ്പിക്കുന്നത് സെക്യൂരിറ്റി അനാലിസ്റ്റ്, ക്ലൗഡ് എന്ന് പറയുന്ന സെക്യൂരിറ്റി എഞ്ചിനീയർ, ഇങ്ങനെ പറയുന്ന പല റോൾസ് നിങ്ങൾക്ക് കിട്ടും. എത്തിക്കൽ ഹാക്കർ എന്ന് പറയുന്ന പല രീതിയിലും നിങ്ങൾക്ക് ആണ് ഈ ജോബ് റോൾസ് വരിക. ഇതിനൊക്കെ നല്ല രീതിയിലാണ് നിങ്ങൾക്ക് ജോലിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഉറപ്പായിട്ടും ഇത് വളരെ നല്ലൊരു ഫീൽഡാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. പല കൺട്രീസ് ഇപ്പം നിങ്ങളിപ്പോൾ UK പഠിക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ തന്നെ നിങ്ങൾക്ക് അവിടെ പഠിത്തം കഴിഞ്ഞ് നിങ്ങൾക്ക് വേറെ പല കൺട്രീസിലും നിങ്ങൾക്ക് ഇത് ജോബ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. അത് തന്നെ ഒരു വലിയൊരു ഇതാണ് വെൻ കമ്പയർഡ് വിത്ത് അതർ കോഴ്സസ്. കേട്ടോ, അപ്പോൾ ഇതിനകത്ത് എന്താണ് റിക്വയർമെൻറ്റ് വേണ്ടത്? അക്കാഡമിക് റിക്വയർമെൻറ്റ്. അപ്പോൾ നമുക്ക് ബേസിക്കലി വേണ്ടത് ബാച്ചിലേഴ്സ്. നിങ്ങൾക്ക് പ്രീ റിക്വസിറ്റ് ആയിട്ട് ബാച്ചിലേഴ്സ് ഓഫ് എനി IT പ്രോഗ്രാം
ഓക്കെ, എനിത്തിങ് ആയി. ഇപ്പോൾ ചില ബാച്ചിലേഴ്സ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആവാം, ബാച്ചിലേഴ്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ആവാം, അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആവാം, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആവാം. ഇങ്ങനെ സംതിങ് റിലേറ്റഡ് ടു IT നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അതായത് സാധാരണ യൂണിവേഴ്സിറ്റീസ് നോക്കുന്നത് 3 to 4 അല്ലെങ്കിൽ 5 സബ്ജക്ട്സ് റിലേറ്റഡ് ടു IT ആണ് നോക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ ഫോക്കസ് ചെയ്യാം. എക്സാമ്പിൾ, നാട്ടിൽ BTech പഠിക്കുന്ന പിള്ളേരുണ്ട്, ബാച്ചിലേഴ്സ് ഓഫ് മേ ബി ഇലക്ട്രിക്കൽ എഞ്ചിനീയർ അങ്ങനെ ആയിരിക്കും. ബട്ട് അവരുടെ സബ്ജക്ട്സിനകത്ത് എലക്റ്റീവ് സബ്ജക്ട്സിനകത്ത് ഒരു 4 സബ്ജക്ട്സ് അല്ലെങ്കിൽ 3 സബ്ജക്ട്സ് ഒക്കെ ഇതിൽ IT ബന്ധപ്പെട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ കോഴ്സ് സ്പെസിഫിക്കലി എടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ള പിള്ളേർക്ക് ഇത് ഫോക്കസ് ചെയ്യാം. എത്ര ശതമാനം മാർക്ക് വേണം? 60% അബവ് മാർക്ക് പ്ലീസ് എടുക്കാൻ നോക്കുക. 55 ഒക്കെ ഭയങ്കര കഷ്ടമായിരിക്കും. UK ചിലപ്പോൾ നടക്കത്തുള്ളൂ, ഓസ്ട്രേലിയൻ ചിലത് നടക്കും. ബട്ട് പ്ലീസ് 60% അബവ് മാർക്ക്. കുറേ ബാക്ക്ലോഗ്സ് വരരുത്. ലെസ് ദാൻ 10 അല്ലെങ്കിൽ 15 ബാക്ക്ലോഗ്സ്, 18 ബാക്ക്ലോഗ്സ് ഒക്കെ വരെ കുഴപ്പമില്ല. അത് കൂടുമ്പോൾ നമുക്ക് ഇഷ്യൂസ് കൂടത്തേ ഉള്ളൂ. നമ്പേഴ്സ് ഓഫ് റിപ്പീറ്റേറ്റീവ് ഇഷ്യൂ അല്ല, ബട്ട് ട്രൈ ടു സ്റ്റിക്ക് ടു സർട്ടൻ ബാക്ക്ലോഗ് സിറ്റുവേഷൻ കേട്ടോ. അതോ ഉടനെ തന്നെ എഴുതിയെടുക്കാൻ വേണ്ടി നിങ്ങൾ നോക്കുക. അതാണ് മെയിൻലി അക്കാഡമിക് ആയിട്ടുള്ളത്. ഞാൻ ആ ഫീൽഡിൽ പഠിച്ച ആളല്ല, ഞാൻ പഠിച്ചത് വേറെ എന്തോ, ഇത് റിലേറ്റഡ് അല്ല, പറ്റുമെന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഒരു ട്രയൽ സിറ്റുവേഷനിലേ പറ്റത്തുള്ളൂ. നമുക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടാവും, അതിലൊക്കെ നിങ്ങൾ ആൻസർ ചെയ്യുന്ന പോലെ ഇരിക്കും നിങ്ങൾക്ക് ഈ കോഴ്സ് എടുക്കാൻ പറ്റുമോ എന്ന് അറിയാൻ പറ്റുക. ഓക്കെ, അതാണ് എൻ്റെ അക്കാഡമിക് എൻട്രി റിക്വയർമെൻറ്റ്. അടുത്തത് ഇതിനകത്ത് അതായത് ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി വേണമല്ലോ. അപ്പം വീണ്ടും ഞാൻ അതായത് സെയിം ലൈക്ക് ബാച്ചിലേഴ്സ് പോലെ തന്നെ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ 6, ഓവറോൾ 6.5, PT ആയാലും പ്രിറ്റി മച്ച് സെയിം ഈക്വലൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം എനിക്ക് IELTS PT എഴുതാൻ മടിയാണ്, എനിക്കത് താല്പര്യമില്ല, എനിക്ക് വിത്തൗട്ട് പറ്റുമെന്ന് ചോദിച്ചാൽ വേവേഴ്സ് ഉള്ള കോഴ്സസ് അവൈലബിൾ ആണ് UK. ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് കിട്ടത്തില്ല, UK ആ ഓപ്ഷൻസ് കിട്ടുക. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത പോയിന്റ് ട്യൂഷൻ ഫീസാണ്. ഓക്കെ, അതായത് ഈ കോഴ്സ് മാസ്റ്റേഴ്സ് ഡിഗ്രി നിങ്ങൾക്ക് 1 വർഷത്തെ പ്രോഗ്രാം ഉണ്ട്, 1.5 ഉണ്ട്, 2 ഇയേഴ്സിൻ്റെ പ്രോഗ്രാമും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ഒക്കെ ആണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, ഓസ്ട്രേലിയ സ്പെസിഫിക്കലി ആണെങ്കിൽ ഞാൻ 2 ഇയേഴ്സ് സജസ്റ്റ് ചെയ്യും. ന്യൂസിലൻഡ് നിങ്ങൾക്ക് 1.5 ഇയേഴ്സ് എടുത്താലും കുഴപ്പമില്ല. UK നിങ്ങൾ 1 ഇയർ കോഴ്സ് എടുത്താലും കുഴപ്പമില്ല. ബിക്കോസ് നമ്മൾ വെളിയിലോട്ട് പഠിക്കുമ്പോൾ നമ്മൾ സ്റ്റേ ബാക്ക് ഓപ്ഷൻ കൂടെ നമ്മൾ നോക്കുമല്ലോ. അപ്പോൾ ഓസ്ട്രേലിയയിൽ 2 വർഷം പഠിച്ചാലേ നമുക്ക് സ്റ്റേ ബാക്ക് ഉള്ളൂ. ന്യൂസിലൻഡിൽ 1 വർഷം പഠിച്ചാലും നമുക്ക് സ്റ്റേ ബാക്ക് ഉണ്ട്. UK പ്രിറ്റി മച്ച് സെയിം. നമുക്ക് എന്ത് ഫീസ് വരും എന്ന് ചോദിച്ചാൽ നമുക്കൊരു ആവറേജ് ഒരു വർഷം ഫീസൊക്കെ 16-17 ലക്ഷം രൂപയോളം ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് വരും 1 ഇയർ. ചില യൂണിവേഴ്സിറ്റീസിലൊക്കെ 1 വർഷം കോഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ 20-21 ലാക്സ്. അത് കുറവുള്ളതുകൊണ്ട് ഞാൻ ഒരു അപ്രോക്സിമേറ്റ് എമൗണ്ട് ഞാൻ പറഞ്ഞതാണ്. ബട്ട് UK കുറച്ചും കൂടെ ചീപ്പറാണ്. യു ഗെറ്റ് ഫ്രം 14-15 ലാക്സ് പെർ ഇയർ എന്നുള്ള രീതിയിൽ. ഇതൊക്കെ വിത്തൗട്ട് സ്കോളർഷിപ്പ് എമൗണ്ട് ആണ്. പിന്നെ സ്കോളർഷിപ്സ് നമ്മൾ ആഡ് ചെയ്യും. നിങ്ങളുടെ മാർക്ക് കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് സ്കോളർഷിപ്സ് അവൈൽ ചെയ്യാൻ പറ്റും. എഗെയിൻ സ്റ്റാർട്ടിങ് ഫ്രം 20, 30, 25, 30, 40 വരെ നിങ്ങൾക്ക് സ്കോളർഷിപ്സ് എയിം ചെയ്യാൻ പറ്റും. അതാണ് ഫീസിനെ പറ്റി പറയാനുള്ളത്. അടുത്തത് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതായത് ഈ കോഴ്സ്, മാസ്റ്റേഴ്സിൻ്റെ കോഴ്സ് പഠിത്തം കഴിഞ്ഞാൽ എനിക്ക് എന്താണ് ആകാൻ പറ്റുക, വാട്ട് കൈൻഡ് ഓഫ് ജോബ് ക്യാൻ ഐ അപ്ലൈ ടു. നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ബട്ട് നിങ്ങൾക്ക് എൻട്രി ലെവലിലോട്ട് വേണമെങ്കിൽ കയറാം, ഇല്ലെങ്കിൽ മിഡ് ലെവലിലോട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റും. യു ക്യാൻ ബി എ സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ്, സൈബർ സെക്യൂരിറ്റി പ്രൊജക്ട് ഹെഡ്, പ്രൊജക്ട് കോർഡിനേറ്റർ, ഇങ്ങനെ പറഞ്ഞ പല രീതിയിലും മാറാൻ പറ്റും. ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഇതിൻ്റെ സാലറി പാക്കേജസ് ആണ്. നല്ല രീതിയിൽ, അതായത് മോർ ദാൻ 60,000 ഓസ്ട്രേലിയൻ ഡോളേഴ്സ് പെർ ഇയർ സ്റ്റാർട്ടിംഗ് ആണ്. അതിൽ കൂടുതൽ 80,000 ഉണ്ട്, 90,000 ഉണ്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ യു ഡു ഇറ്റ്. ബട്ട് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക, നിങ്ങൾക്ക് ഈ ശമ്പളം ഇതൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. ബട്ട് ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് പഠിച്ചിറങ്ങി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻറ്റേൺഷിപ്സ് നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ പഠിത്തം കഴിഞ്ഞിട്ട് സ്റ്റേ ബാക്ക് ഒക്കെ തുടങ്ങുന്ന സമയത്ത് മിനിമം 1 ഇയർ ഇൻറ്റേൺഷിപ്സ് ഒക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എന്താണ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അങ്ങനെ ഇതൊരു വളരെ നല്ലൊരു കരിയർ റിവാർഡിങ് കോഴ്സാണ്, അല്ലെങ്കിൽ ഒരു സ്കില്ലാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത്. പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പല സർട്ടിഫിക്കേഷൻ കോഴ്സസ് ഉണ്ട്. ഇപ്പോൾ എത്തിക്കൽ ഹാക്കിംഗ് കോഴ്സ് ഉണ്ട്, സെക്യൂരിറ്റി സെക്യൂരിറ്റി അനലിസ്റ്റ്, സിസ്കോയുടെ ബേസിസ് കോഴ്സ് ഉണ്ട്, AWS ഉണ്ട്. ഇങ്ങനെ പല സർട്ടിഫിക്കേഷൻസ് നമുക്ക് സെപ്പറേറ്റ്ലി ചെയ്യാൻ പറ്റും. ഇങ്ങനെ സർട്ടിഫിക്കേഷൻ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യണം. ഇറ്റ് ഈസ് വെരി വെരി ഗുഡ്, വെരി യൂസ്ഫുൾ. നിങ്ങളെല്ലാവരും ഇത് വളരെ നല്ല രീതിയിൽ ചിന്തിച്ചു വേണം ചെയ്യാൻ. പലർക്കും ഒരിതുണ്ടെന്ന്, എനിക്ക് എങ്ങനെയെങ്കിലും ഓസ്ട്രേലിയയിൽ ഒന്ന് കയറി പോവാം, അല്ലെങ്കിൽ അവിടെ പോയിട്ട് ഞാൻ നോക്കാം, അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങൾ വളരെ നല്ല ഫോക്കസ്ഡ് ആയിരിക്കണം ഈ ഒരു കോഴ്സ് എടുക്കുമ്പോൾ. ബിക്കോസ്
പലരും പറയും ഇതിൽ PR ഇല്ല അല്ലെങ്കിൽ PR കിട്ടാൻ പാടാം. അങ്ങനൊന്നുമില്ല. PR കിട്ടും, ബട്ട് നിങ്ങൾ റൈറ്റായിട്ട് സ്കിൽ എടുക്കണം, റൈറ്റായിട്ട് ജോലി ചെയ്യണം. ആ ഒരു വർഷത്തെ ജോലിയുടെ എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾക്ക് വെരി ഹ്യൂജ് ഓപ്പർച്യൂണിറ്റീസ് ആണ്, നോട്ട് ഓൺലി ഇൻ ദീസ് 3 കൺട്രീസ്. നിങ്ങൾക്ക് ദുബായ് വർക്ക് ചെയ്യാം, നിങ്ങൾക്ക് വേറെ ജർമ്മനി വർക്ക് ചെയ്യാം, നിങ്ങൾക്ക് സ്വീഡനിൽ വർക്ക് ചെയ്യാം, പലയിടത്തും, ഇവൻ ദ US, ബിക്കോസ് ദീസ് ഓൾ ആർ ടെക്നോളജി ബേസ്ഡ് കൺട്രീസ് വെയർ യു ക്യാൻ റിയലി ഫോക്കസ് ഇൻ ടു. നൗ കമ്മിങ് ടു ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് യുവർ PR ഓപ്ഷൻ. ഓക്കെ, എനിക്ക് ഇത് പഠിച്ചാൽ PR കിട്ടുമോ? അതാണ് എല്ലാവരുടെയും ചോദ്യം അല്ലേ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് PR ലിസ്റ്റിലുള്ളതാണ്. നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് SOL ലിസ്റ്റും ഗ്രീൻ ലിസ്റ്റും ഓസ്ട്രേലിയൻ ന്യൂസിലും ഇട്ടിട്ടുണ്ട്. അവിടെ നിങ്ങൾ പോയിട്ട് സെർച്ച് ബാറിൽ ഇട്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് PR എലിജിബിൾ ആണോ അല്ലയോ എന്ന്. അപ്പം ഇത് 100% PR എലിജിബിൾ ആണ്. UK ഇറ്റ് ഈസ് ഓൾസോ എലിജിബിൾ, യു ആർ ഓൾസോ എലിജിബിൾ ഫോർ എ സ്പോൺസേർഡ് ജോബ് വീസ. ഓക്കെ, ഹൈ സ്കിൽ ഡിമാൻഡ് വിസയിലൊക്കെ ഇത് എലിജിബിൾ, യു ആർ എലിജിബിൾ ഫോർ ദിസ് ബിക്കോസ് ബട്ട് യു ഹാവ് ടു വർക്ക് ദെയർ. ഒരാൾ നിങ്ങളെ സ്പോൺസർ ചെയ്യണം, ജോലിക്ക് നിങ്ങളെ സ്പോൺസർ ചെയ്യണം. അപ്പോൾ സ്പോൺസർ ചെയ്യണമെങ്കിൽ എന്താണ്, നിങ്ങൾ സ്കിൽഡ് ആയിരിക്കണം. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ഇറ്റ്സ് എന്താ പറയുന്നത്, നല്ലൊരു വർത്ത് ഇറ്റ് കോഴ്സാണ്. നിങ്ങൾ മുടക്കുന്ന പൈസ ഇറ്റ് ഈസ് ടോട്ടലി വർത്ത് ഇറ്റ്. സോ ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് ഇതിൽ റിലേറ്റഡ് അഡ്മിഷൻസ്, നിങ്ങളുടെ എൻറ്റയർ പ്രോസസ് ഗൈഡ് ടു ഹൈറ്റ്സ് ഇസ് ദെയർ ടു ഹെൽപ്പ് യു ഔട്ട് വിത്ത് ഇറ്റ്. Nothing to worry. We will help you with the scholarships. We'll help you with placements and jobs. നിങ്ങൾക്ക് ഇത് കൂടുതൽ എന്താ വേണ്ടേ? അതുകൊണ്ട് ധൈര്യമായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ചേരാൻ മറക്കല്ല. We'll help you more with it. So thank you so much for listening. This is Ebin Matthew Varghese.